പെണ്ണുങ്ങളെക്കാളും ഭേദം ഫോൺ തന്നെയാ. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. യെസ്. സെൽഫി. അച്ഛനമ്മയുടെ കൂടെ വരാന്ന് വെച്ചാൽ റെഡി ആവാതെ വന്നിരിക്കും. വേണ്ട, എന്തിനായിട്ട് അടിക്കുന്നത്? ഓൾറെഡി ആള് മെലിഞ്ഞിരിക്കുക, ചത്തുപോയി പോവും. അതെ സാറേ, ഷർട്ടും ചുളുങ്ങി പോയി. അപ്പാർട്ട്മെന്റിൽ ഷർട്ട് തേക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുക്കണം. You uneducated bloody fool! You two gentlemen talking here? You wait there. ഷർട്ട് എല്ലാം ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലേ? ചേട്ടാ, നിങ്ങൾ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കാണ് ഞാൻ ചോദിക്കില്ല. പക്ഷെ ഇത് പബ്ലിക് പ്ലേസ്. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മേലെ കൈവച്ച നോക്കി നിൽക്കില്ല ഞാൻ. ആവശ്യമില്ലാതെ എന്തിനാ അടിക്കുന്നത്? ഒന്ന് പറ. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ്. ഇവന്മാരൊക്കെ യൂസ്ലെസ്. ഇവന്മാര് വെറുതെ അടിക്കാണ് സാറേ. എന്തിനാന്ന് മനസ്സിലാവണേയില്ല. എന്തിനാണ് ഇവന്മാര് വെറുതെ അടിക്കണത്? ആദ്യത്തെ അടിയൊക്കെ ഞാൻ എണ്ണി, പിന്നെ എണ്ണാൻ പറ്റില്ല. കണ്ടാ പാവത്താനെ പോലെ ഉണ്ട്. അവൻ എന്തിനാ അടിക്കുന്നേ? നാണം കെട്ടവൻ. കുടിച്ചിട്ട് ബാറിൽ ജോലി ചെയ്യുന്ന പെണ്ണിനെ ഉപദ്രവിച്ച പിന്നെ നീ പറ, തല്ലി കൊല്ലണ്ടേ ഇവനെ? ഞാനൊന്നും ചെയ്തില്ല സാറേ, ഞാൻ ഒന്നും ഉള്ളിട്ടേ ഇല്ല. ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞതോ. നീ എന്താ ചെയ്ത്? ജസ്റ്റ് ഞാനൊന്ന് ചൊറിഞ്ഞു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ചൊറിഞ്ഞു, അത്രേ ഉള്ളൂ. സാറാ ബാർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. അവിടെ ബിയറിന് വിലക്കുറവാണെന്ന്. ബാർ ഗേൾസ് IPL ചിയർ ഗേൾസിനേക്കാൾ അടിപൊളിയാണ് സാറേ. ഞാൻ എന്തിനാ അടിച്ചെന്നറിയോ? ഫസ്റ്റ്, ഞാൻ കുടിക്കില്ല. സെക്കൻഡ്, ഞാൻ ഭയങ്കര ഡീസന്റാ. നീ ഞാൻ ടീമേറ്റ് ആണോ? നീ ഞാൻ ടീമേറ്റ് ആണോന്ന് ട്രോളി കേറടാ. കേറിയിരിക്കാൻ. അതെ, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട്. നീ അടിച്ചാലും കുഴപ്പമില്ല. ഈ പ്രാന്തമാരുടെ കൂടെ എന്നെ വിട്ടുകൊടുക്കല്ലേ. ഗോഡ് ബ്ലെസ് യു സർ ജി. ഐസ്ക്രീം വൃത്തിയായിട്ട് കഴിക്കണം ഞാൻ എത്ര തവണ പറഞ്ഞു. കണ്ടോ, ഇപ്പൊ ഡ്രസ് മുഴുവൻ അഴുക്കായി. ഇനി ആരലക്കും ഈ ഡ്രസ്? ഡെയിലി തുണി അലക്കുന്നത് അച്ഛൻ തന്നെയല്ലേ, അല്ലാതെ അമ്മയൊന്നും അല്ലല്ലോ അലക്കുന്നത്. നിന്റെ അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കാം. വരാൻ ഒരാഴ്ചയാവും. അതുവരെ നീ ഈ ഡ്രസ് തന്നെ ഇട്ടോ. വന്നോട്ടെ. പിടിക്ക. ഇവളുടെ കുസൃതി കൂടുന്നുണ്ട്. ഡോക്ടർ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ? എന്നിട്ടാണോ നീ ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ?
നമ്പർ നോട്ട് ചെയ്തോ. കീപ് ഇൻ ടച്ച്. ക്ഷമിക്കണം, താങ്കളുടെ അക്കൗണ്ടിൽ ഈ കോൾ ചെയ്യുവാനുള്ള ബാലൻസ് ഇല്ല. എക്സ്ക്യൂസ് മീ, സാർ യുവർ ഓർഡർ പ്ലീസ്. വൈഫൈ പാസ്വേഡ് ഒന്ന് പറയൂ. സാർ ആദ്യം എന്തെങ്കിലും ഓർഡർ ചെയ്യണം. ഓർഡർ ഒരു 5 minutes കഴിഞ്ഞ്. പാസ്വേഡ് ഞാൻ 5 minutes കഴിഞ്ഞ് പറയാം. ഓർഡർ ഒന്നും പറയില്ല, ചുമ്മാ പാസ്വേഡ് ചോദിച്ചു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ഫോണിൽ നിന്ന് വൈഫൈ ഷെയർ ചെയ്യൂ. What the F? ഹലോ, വൈഫൈയിലെ ഞാൻ ചോദിച്ചോളൂ. പാസ്വേഡാ ഞാൻ പറഞ്ഞത്. പ- യൂസർ നെയിം ദീപു. നല്ല പാസ്വേഡ്. ഹായ്, ഹൂസ് ദിസ്? ഐ എം ജീവ, B57 പാർക്കിംഗ്. ഓ, ഐ ആം ജോസ്ന. ജോ. വാവ്, ഞാൻ ജി, നിങ്ങൾ ജോ. അത് അടിപൊളിയാണല്ലോ. ഓ, സ്പീഡ് കുറയ്ക്ക്. ചോദിക്കാതെ നമ്പർ തന്ന നിന്നെക്കാളും സ്പീഡാണോ ഞാൻ? 10 ടെസ്റ്റില് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഫെയിൽ. ഫെയിലോ? ഹലോ, ഇതിലെന്താ ടെസ്റ്റ് ഉള്ള? ചോദിക്കാതെ എന്റെ നമ്പറും തന്നും പറഞ്ഞ് കളിയാക്കിയില്ലേ? ഓ സോറി, ഇനി ഞാൻ ചെയ്യില്ല. ഓക്കെ, ദെൻ പാസ്. ഇടി, അത് നമ്മുടെ പയ്യനെ പോലെ ഉണ്ടല്ലോ. അവനെ പോലെയല്ല, അവനാ. താഴെ ഫ്ലാസ്കിൽ കാപ്പിയും കുപ്പിയിൽ വെള്ളമുണ്ട്. പിന്നെന്തിനാ ഇവിടെ വന്ന് കാശ് കൊടുത്ത് കുടിക്കുന്നേ? അത് കണ്ടോ, അവനൊരു പെൺകുട്ടിയെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. ഭഗവാനേ, വാ. ഇവക്ക് വട്ട എന്നാ തോന്നുന്നേ. രണ്ടുപേരും ഓപ്പോസിറ്റല്ലേ ഇരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കല്ലോ, പിന്നെ എന്തിനാ ഈ ഫോണ്? എന്റെ ദൈവമേ, നിങ്ങൾ എപ്പോഴാണോ ഒന്ന് അപ്ഡേറ്റ് ആവുക? ഇപ്പൊ ഇതാ ട്രെൻഡ്. വേണമെങ്കിൽ നോക്കിയേ. ഓരോ ഭ്രാന്തി പിടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരെല്ലാം തല കുനിച്ചാ വെച്ചിരിക്കുന്നത്. ഹായ്, ഹായ്. ഐ എം ജീവാസ് മദർ. ദിസ് ഇസ് ജീവാസ് ഫാദർ. ഹായ്. ഹായ്. ഉയിസ് ജീവ? ജീവൻ ഞാനാ. ഓ, ഇതാണോ ആ ട്രെൻഡ്? ആ. 400 രൂപയോ? 400ഓ? ആ, അല്ല താൻ യൂസ് ചെയ്തതോ? 4 minutes അല്ലേ? പെണ്ണുങ്ങളുടെ അടുത്ത് എല്ലാം വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നീ ഇരിക്കും മോനെ, 400 രൂപ കൊടുത്തല്ലേ, മുതലാക്കിയിട്ട് വാ.